Dear students, which of the following is resulting from microembolic disorder? Pink toe, white toe, blue toe and red toe. ഇത്രയും കാര്യങ്ങളായിരുന്നു ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നത്. ആക്ച്വലി മൈക്രോ എംബോളിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ക്ലോട്ടുകൾ ഫോം ചെയ്യുകയും അത് സർക്കുലേഷനിൽ വരികയും ഏറ്റവും ചെറിയ ക്യാപ്പിലറീസിൽ വന്ന് അത് ബ്ലോക്ക് ആവുകയും മിക്കവാറും അത് പെരിഫറൽ ഏരിയ ടെർമിനൽ ഏരിയയിലായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് അങ്ങോട്ടുള്ള സർക്കുലേഷൻ കോംപ്രമൈസ് ആകുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ടിപ്പിക്കൽ ഫൈൻഡിങ് ആണ് ബ്ലൂ ടോ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേവ്മാൻ എന്ന് പറയുന്ന ഒരു ന്യൂമോണിക്സ് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊളസ്ട്രോൾ എംബോളൈസേഷനാണ്. സാധാരണയായിട്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാം. എ മീൻസ് ഏട്രിയൽ ഫിബ്രിലേഷനാണ്. വി മീൻസ് വാൽവുലാർ പ്രോബ്ലംസ്. അത് വരുന്ന സമയത്ത് ബ്ലഡ് തീർച്ചയായിട്ടും ഹാർട്ടിൽ അത് കെട്ടിക്കിടക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ മൈക്രോ ക്ലോട്ടുകൾ ഫോം ചെയ്യുകയും അത് എംബോളയായിട്ട് മാറുകയും ചെയ്യും. അതേ സാഹചര്യം തന്നെയാണ് എൻഡോകാർഡൈറ്റിസ് സാഹചര്യത്തിലും ഉണ്ടാകുന്നത്. എൻഡോകാർഡൈറ്റിസിൻ്റെ കേസിൽ ചില സമയത്ത് പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് സ്ക്ലെനിക് എംബോളയായിട്ടായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് അവർ കാണിക്കുന്ന സിംറ്റം അബ്ഡോമൽ പെയിൻ ആയിരിക്കും. അതിന് കാരണം അവിടെ എംബോള ഫോം ചെയ്യുകയും അത് ഡിസെൻഡിങ് ആയോട്ട് വഴി താഴോട്ട് വന്ന് സ്പ്ലീനിൽ ബ്ലോക്ക് ആവുന്നതിൻ്റെ ഫലമായിട്ടാണ്. ദെൻ അടുത്തതായിട്ടുള്ള കേസാണ് മ്യൂറൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യൂറിസം. അതും ആ ബ്ലഡ് വെസലിൽ ബ്ലഡ് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ്. എവിടെ ബ്ലഡ് കെട്ടിക്കിടക്കുന്നോ അത് പിന്നീട് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ വരികയും അത് ക്ലോട്ട് ഫോർമേഷന് കാരണമാകുകയും ചെയ്യും. ഡിവിറ്റിയുടെ കാരണവും അത് തന്നെയാണ്. AV ഫിസ്റ്റുല ഇതിന് കാരണമാകാം. അപ്പോൾ കേവ്മാൻ എന്ന് പറഞ്ഞതിനകത്ത് എ വരെയാണ് നമ്മൾ പറഞ്ഞത്. എൻ നത്തിങ് എന്ന് അത് ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കേവ്മാൻ കൊളസ്ട്രോൾ എംബോളൈസേഷൻ, ഏട്രിയൽ ഫിബ്രിലേഷൻ, വാൽവുലാർ പ്രോബ്ലംസ്, എൻഡോകാർഡൈറ്റിസ്, ദെൻ മ്യൂറൽ ത്രോംബോസിസ്, അന്യൂറിസം, ദെൻ നത്തിങ്. ദെൻ വൈറ്റ് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിൻ്റെ സാധാരണ 5 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് പെയിൽ ഡിസ്കളറേഷൻ എന്നുള്ള ഒന്നാണ്. ഫസ്റ്റ് പി, 5 P ആണ് ഓർക്കേണ്ടത് കേട്ടോ. പെയിൽ ഡിസ്കളറേഷൻ, ദെൻ അടുത്തത് പെയിൻ, അടുത്തത് പരസ്തേഷ്യ, സെൻസേഷൻ കുറയുന്നു, അടുത്തത് പൾസ്ലെസ്നെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മൾ ഓർക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം പാച്ച് ടു പ്രോക്സിമൽ ഏരിയ എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു വാംത് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യൻസും മാറ്റിയും തിരിച്ചും ഈ പറഞ്ഞ കണ്ടന്റിൽ നിന്ന് ചോദിക്കാറുണ്ട്.